ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് all of the following are essential amino acids. Following are essential amino acids except ഏതൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ തരാം. മെഥിയോണിൻ, എ, പി, ലൈസിൻ, സി, അലാനിൻ, ഡി, ലൂസിൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയാമോ? ഇതിലേതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻ പഠിച്ചായിരുന്നു. എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്? മെഥിയോണിൻ, ലൈസിൻ, അലാനിൻ, ലൂസിൻ. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സിനെ നമുക്ക് ഓൾറെഡി ഇന്നലെ നമ്മൾ പറഞ്ഞു. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ എന്താണ്? വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല. ദീസ് അമിനോ ആസിഡ്സ് ആർ ടു ബി സപ്ലൈഡ് ഇൻ ദ ഡയറ്റ്. അപ്പോൾ അതിന് നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ കോഡ്? MTT വിൽ ഫ്ലൈ, PHLY. അപ്പോൾ ഇതിൽ മെഥിയോണിൻ ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്ത നമുക്ക് കണ്ടുപിടിക്കാം. എം മെഥിയോണിൻ. എൽ എന്താണ്? എൽ ഇവിടെ ഉണ്ട്. ലൈസിന്, ദെൻ ലൂസിന്, ഐസോലൂസിൻ, ലൂസിൻ. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ് വരുന്നത്? അലാനിൻ. ഏതാണ് നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത്? ഏതാണ്? അലാനിന്. ബാക്കി എല്ലാം ലൂസിനും ലൈസിനും മെഥിയോണിനും ഒക്കെ എന്താണ്? ലൂസിൻ, ലൈസിനും മെഥിയോണിനും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എസെൻഷ്യൽ അമിനോ ആസിഡ് ചാറ്റ് ബോക്സിൽ ഞാൻ ഇനി അടുത്ത ഓപ്ഷൻ എഴുതുമ്പം ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലർക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് ഇത് സ്കിപ്പ് ചെയ്ത് ആപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാമായിരിക്കും. അറിയാവുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കോഡ് വീണ്ടും പഠിച്ചു വെച്ചോണം. MTT വിൽ ഫ്ലൈ. അത് ഏതൊക്കെയാണ്? മെഥിയോണിന്. അപ്പോൾ അതൊന്നുകൂടെ പഠിച്ചോണം. മെഥിയോണിൻ, ത്രയോണിൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ. പിന്നെ എന്താണ് വില്ലിൻ്റേത്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. പിന്നെ ഏതാണ്? ഫിനൈൽ അലാനിൻ, ലൈസിൻ, ഹിസ്റ്റഡിൻ. ഹിസ്റ്റഡിനും ആർജിനും സെമി എസെൻഷ്യലിൻ്റെ കൂടെയും വരുന്നുണ്ട്, നമ്മുടെ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ കൂടെയും വരുന്നുണ്ട്. സെമി എസെൻഷ്യലിൻ്റെ കൂടെയും നമ്മുടെ ഹിസ്റ്റഡിനും ആർജിനും വരുന്നതാണ്. അലാനിനാണ് എന്ത്? നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് വരുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ പോളാർ അമിനോ ആസിഡ്സ് ഏതാണെന്ന്. പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഉള്ള അമിനോ ആസിഡ്സ്. നമുക്കത് ബേസ്ഡ് ഓൺ ദ പൊളാരിറ്റി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ സൈഡ് ചെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ പൊളാരിറ്റിയുടെ ബേസിസിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പോളാർ അമിനോ ആസിഡ്സ് അഥവാ ഹൈഡ്രോഫിലിക്, നോൺ പോളാർ അമിനോ ആസിഡ്സ് അഥവാ ഹൈഡ്രോഫോബിക്. അപ്പം അതിൽ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്തോണം. അതിൻ്റെ ആൻസറും പറയാൻ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പോളാർ അമിനോ ആസിഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോളാർ അമിനോ ആസിഡ്സ്. പോളാർ അമിനോ ആസിഡ്സ് ആർ ഡാഷ്. ഏതൊക്കെയാണ്? സെറിന്, ട്രിപ്റ്റോഫാൻ, തൈറോസിൻ, വലൈൻ, ലൈസിൻ. ഇതിലേതാണ് പോളാർ അമിനോ ആസിഡ്സ്? ചാറ്റ് ബോക്സിൽ പറയാമോ? ഏതൊക്കെയാണ് പോളാർ അമിനോ ആസിഡ്സ്? പോളാർ അമിനോ ആസിഡ്സ് എന്താണ്? പോളാർ അമിനോ ആസിഡ്സ് പോളാർ അമിനോ ആസിഡ്സ്
ആൻസർ ചാറ്റ് ബോക്സിൽ പറയാമോ? പോളാർ അമിനാസിഡ്സ്. പോളാർ അമിനാസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻ? പോളാർ അമിനാസിഡ്സ് നമ്മൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എന്താണ് പോളാർ അമിനാസിഡ്സ്? പോളാർ അമിനാസിഡ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ആണ്, അൺചാർജ്ഡ് ആണ്. പോളാർ അമിനോ ആസിഡ്സ് രണ്ട് തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ചാർജ്ഡും ഉണ്ട് അൺചാർജ്ഡും ഉണ്ട്. പോളാർ അമിനോ ആസിഡ്സ്, അമിനാസിഡ്സ് അതർവൈസ് കോൾഡ് ഹൈഡ്രോഫിലിക്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ചാർജ്ഡും ഉണ്ട് അൺചാർജ്ഡും ഉണ്ട് അല്ലേ? ആൻസർ അറിയാമോ? പോളാർ അമിനോ ആസിഡ്സിന്റെ ചാറ്റ് ബോക്സിൽ പറയാമോ? ക്ലാസിഫിക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്താ പറയുക റിമൈൻഡർ ഇടണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അൺചാർജ്ഡ് പോളാർ അമിനോ ആസിഡ്സിനകത്ത് വരുന്നത് ഏതാണ്? സെറിന്, ത്രയോണിന്, ഗ്ലൂട്ടാമിൻ, അസ്പെരാജിൻ, സിസ്റ്റീൻ, ലൈസിൻ ആണ്. ഇനി ചാർജ്ഡ് പോളാർ അമിനോ ആസിഡ്സ് ഏതാണ്? ചാർജ്ഡ് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ഹിസ്റ്റിഡിൻ, ആർജിനിൻ, ലൈസിൻ, എല്ലാം ചാർജ് ഉള്ളവരാണ്. അപ്പൊ നമുക്ക് പോളാർ അമിനോ ആസിഡ്സ് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അൺചാർജ്ഡും ഉണ്ട് ചാർജ്ഡും ഉണ്ട്. അപ്പൊ സെറിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഏതായിരിക്കും? അൺചാർജ്ഡ് ആണ് അല്ലെ? അൺചാർജ്ഡ്. അടുത്ത ഇതിനകത്തുള്ള ഏതാണ്? പിന്നെ ത്രയോണിൻ ഇല്ല, ഗ്ലൂട്ടാമിൻ ഇല്ല, അസ്പെരാജിൻ ഇല്ല, സിസ്റ്റീൻ ഇല്ല, ഗ്ലൈസിൻ ഇല്ല, അസ്പാർട്ടിക് ആസിഡ് ഇല്ല, ഗ്ലൂട്ടാമിക് ആസിഡ് ഇല്ല. ഹിസ്റ്റിഡിൻ ഉണ്ട്, ആർജിനിന്, ലൈസിൻ ഉണ്ട്. ലൈസിൻ എന്ന് പറയുന്നത് എന്താണ്? ചാർജ്ഡ് പോളാർ അമിനോ ആസിഡ്സ് ആണ്. ചാർജ്, ഇത് അൺചാർജ്ഡ്, ഇത് ചാർജ്ഡ്. ഇത് രണ്ടുപേരുമാണ് പോളാർ അമിനോ ആസിഡ്സിനകത്തുള്ളത്. ഇനി അപ്പൊ നോൺ പോളാർ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? നോൺ പോളാർ അമിനോ ആസിഡ്സിന്റെ ഗ്രൂപ്പിൽ ഏതൊക്കെ വരും? അലാനിൻ, ലൂസിൻ, ഐസോലൂസിൻ, വലൈൻ. നമുക്ക് അതിനെ എന്ത് വിളിക്കാം? വില്ലെന്ന് എഴുതാം. വലൈൻ, ഐസോലൂസിൻ, ലൂസിൻ. പിന്നെ ഏതാണുള്ളത്? ഫിനൈൽ അലാനിൻ, ടി സ്ക്വയർ, തൈറോസിനും ട്രിപ്റ്റോഫാനും. പിന്നെ പ്രൊലീന്, മെത്തിയോണിൻ. ടി സ്ക്വയർ ആദ്യത്തെ ടി എന്താണ്? തൈറോസിൻ. രണ്ടാമത്തെ ടി എന്താണ്? ട്രിപ്റ്റോഫാൻ. ഓക്കെ, അപ്പൊ ഈ തൈറോസിനും ട്രിപ്റ്റോഫാനും എന്താണ്? ഇത് നോൺ പോളാർ ആണ്. തൈറോസിൻ എന്താണ്? നോൺ പോളാർ ആണ്. വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ നമ്മുടെ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഏതാണ്? നോൺ പോളാർ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോളാർ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ പോളാർ അമിനോ ആസിഡ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൈഡ്രോഫിലിക്, ചാർജ്ഡും അൺചാർജ്ഡും. അതിൽ അൺചാർജ്ഡ് ഏതൊക്കെയാണ്? സെറിന്, ത്രയോണിൻ, ഗ്ലൂട്ടാമിൻ, അസ്പെരാജിൻ, സിസ്റ്റീന്, ഗ്ലൈസിന്. ചാർജ്ഡ് പോളാർ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ഹിസ്റ്റിഡിൻ, ആർജിനിൻ, ലൈസിൻ. ഈ പറഞ്ഞതിൽ അൺചാർജ്ഡ് ആയിട്ടുള്ള സെറീൻ ഉണ്ട്, ചാർജ്ഡ് ആയിട്ടുള്ള ലൈസിൻ ഉണ്ട്. ഇത് രണ്ടും പോളാർ ആണ്. അപ്പൊ നോൺ പോളാറിന്റെ പേര് എന്തൊക്കെയാണ്? അലാനിൻ, വിൽ എന്താണ്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. പിന്നെ അലാനിൻ, ടി സ്ക്വയർ ഏതൊക്കെയാണ്? ട്രിപ്റ്റോഫാനും തൈറോസിനും. പിന്നെ പ്രൊലീന്, മെത്തിയോണിനും. എഴുതി കഴിഞ്ഞോ? ഇപ്പം ഏകദേശം ചാർജ്ഡ് അല്ലെങ്കിൽ പോളാർ അമിനോ ആസിഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നോൺ പോളാർ അമിനോ ആസിഡ്സിന് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെ പഠിക്കേണ്ട ഒരു കാര്യം, പോളാർ അമിനോ ആസിഡ്സിനെ എന്താ വിളിക്കുന്നത്? ഹൈഡ്രോഫിലിക്. അപ്പൊ ഹൈഡ്രോഫിലിക് അമിനോ ആസിഡ്സ് ഏതാണ്? ഹൈഡ്രോഫോബിക് ഏതാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ പഠിക്കാൻ നിൽക്കരുത്. ഹൈഡ്രോഫോബിക് ഏതാണ്? നോൺ പോളാർ. അതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഒന്ന് ഓക്കെ പറയാമോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ നോൺ പോളാർ അമിനോ ആസിഡ്സ് ഏതാണെന്ന്. നോൺ പോളാർ അമിനോ ആസിഡ്സ്. നോൺ പോളാർ അമിനോ ആസിഡ്സ് ആർ, നിങ്ങൾക്ക് ഓൾറെഡി പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെയാണെന്നാണ് ചോദ്യം വരുന്നത്. എ അലാനിൻ, ബി ട്രിപ്റ്റോഫാൻ, സി ഐസോലൂസിൻ, ഡി ലൈസിൻ, ഇ തൈറോസിൻ. ഇതിൽ ഏതൊക്കെയാണ് നോൺ പോളാർ അമിനോ ആസിഡ്സ് ആയിട്ട് വരുന്നത്? ഇപ്പം നമ്മൾ നോൺ പോളാർ അമിനോ ആസിഡിക് അഥവാ ഹൈഡ്രോഫോബിക്കിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ, നോൺ പോളാർ അമിനോ ആസിഡ്സ്. അപ്പോൾ നോൺ പോളാർ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പം ഓൾറെഡി നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. നോൺ പോളാർ അമിനോ ആസിഡ്സ് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക്കിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏതൊക്കെയുണ്ട്? അലാനിൻ ഉണ്ട്, പിന്നെ ഏതായിരുന്നുള്ളത്? ട്രിപ്റ്റോഫാൻ ഉണ്ട്, ഇതൊക്കെ തന്നെയായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ഐസോലൂസിൻ ഉണ്ട്, പിന്നെ ഏതാ ഉള്ളത്? തൈറോസിൻ. ഇല്ലാത്തത് ഏതായിരുന്നു? ലൈസിൻ ആയിരുന്നു ഇല്ലാത്തത്. ഇത്ര ആൻസർ കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രോഫോബിക്, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് ഓൾറെഡി ഇപ്പം നമ്മൾ നോൺ പോളാറിന്റെ മറ്റൊരു പേരാണ് ഹൈഡ്രോഫോബിക്. വീണ്ടും ഹൈഡ്രോഫോബിക് അമിനോ ആസിഡ്സ് ഏതാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓപ്ഷൻ തരുന്നത് മെഥിയോണിൻ, ഐസോലൂസിൻ, then തൈറോസിൻ, അലാനിൻ, അസ്പെരാജിൻ. അപ്പൊ ഇതിൽ അല്ലാത്ത ഏതാണെന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? ഹൈഡ്രോഫോബിക് അല്ലാത്ത അമിനോ ആസിഡ്സ് ഏതാണ്? കുറെ എണ്ണം ഹൈഡ്രോഫോബിക് ആണ്, അല്ലാത്തത് ഏതൊക്കെയാണ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? അസ്പെരാജിൻ ആണ് അല്ലാത്ത അമിനോ ആസിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഹൈഡ്രോഫോബിക് ഏതാണ്, നോൺ പോളാർ ഏതാണ്, ഹൈഡ്രോഫിലിക് ഏതാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് അമിനോ ആസിഡ്സ് ഏതാണെന്ന്.
താഴെ തന്നിരിക്കുന്നവയിൽ ബേസിക് അമിനോ ആസിഡ്സ്. ഓപ്ഷൻ ലൂസിൻ, ബി ആർജിനിൻ, ലൈസിൻ, ഹിസ്റ്റഡിൻ. ഏതൊക്കെയായിരിക്കും ബേസിക് അമിനോ ആസിഡ്സ്? അതിന് നമ്മൾ ആദ്യം എന്തറിയണം? അസിഡിക്കും ബേസിക്കിനെ കുറിച്ച് അറിയണം. അസിഡിക് അമിനോ ആസിഡ്സ് ഏതാണ്? അസിഡിക് ഏതാണ്? പേരിൽ തന്നെ ഉണ്ടല്ലേ, അസ്പാർട്ടിക് ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡും. ബേസിക് അപ്പം ഏതായിരിക്കും? ഹിസ്റ്റഡിനും ആർജിനിനും ലൈസിനും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ബേസിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? അല്ലാത്തത് ഏതാണ്? അത് പറയാനായിരിക്കും എളുപ്പം. ബേസിക് അമിനോ ആസിഡ്സ് അല്ലാത്തത് ഏതാണ്? ലൂസിൻ. ആർജിനിനും ലൈസിനും ഹിസ്റ്റഡിനും ഒക്കെ എന്താണ്? ബേസിക് ആണ്. ബേസിക് അല്ലാത്തത് ഏതായിരുന്നു? ലൈസിൻ ആയിരുന്നു. അസിഡിക്കും ബേസിക് ഏതാണ്? ക്ലാസിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. പിന്നെ പറയാനുള്ളത് ഗ്വാനിഡിയം ഗ്രൂപ്പ് ഏതിനകത്താണ് കാണുന്നത്? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്പെഷ്യൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ അമിനോ ആസിഡ്സ്. ഗ്വാനിഡിനം ഗ്രൂപ്പ് associated with സ്പെഷ്യൽ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചതാണ്. ഏതിനകത്താണ് ഗ്വാനിഡിയം ഗ്രൂപ്പ് വരുന്നത്? ഓപ്ഷൻ ഉണ്ട് തൈറോസിൻ, നെക്സ്റ്റ് ആർജിനിൻ, ഹിസ്റ്റഡിൻ, ലൈസിൻ, ട്രിപ്റ്റോഫാൻ. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു എന്താണ്? ഗ്വാനിഡിയം ഗ്രൂപ്പ് വരുന്നത് ആർജിനിനുമായിട്ടാണ്. അപ്പൊ ഓരോരോ ഗ്രൂപ്പ് പറയാം നമുക്ക്. ഫിനൈൽ അലാനിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഫിനൈൽ അലാനിൻ. അപ്പൊ ഗ്വാനിഡിനിയം എന്താന്ന് പഠിച്ചു? ആർജിനിൻ. ഫിനൈൽ അലാനിന്റെ ഗ്രൂപ്പ് ഏതാണ്? ബെൻസീൻ. ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. തൈറോസിൻ ഏതാണ്? തൈറോസിന്റെ ഗ്രൂപ്പ് ഫിനോള്. ഹിസ്റ്റഡിൻ ഏതാണ്? ഇമിഡാസോൾ. പ്രൊലീൻ ഏതാണ്? പൈറോലിഡിൻ. മെഥിയോണിൻ ഏതാണ്? തയോ ഈതർ ലിങ്കേജ്. ട്രിപ്റ്റോഫാൻ ഏതാണ്? ട്രിപ്റ്റോഫാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, നമ്മൾ മൈക്രോബയോളജിയിൽ പഠിക്കുന്നതാണ്, ബയോകെമിക്കൽ. ഇൻഡോൾ. സിസ്റ്റീൻ ഏതാണ്? സിസ്റ്റീൻ നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻസ്റ്റിലിനകത്തൊക്കെ ഉള്ള ലിങ്കേജ് ആണ് തയോ ആൽക്കഹോൾ, SH ലിങ്കേജ്. തയോ ആൽക്കഹോൾ SH ഒക്കെ ചോദിക്കുന്ന കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അമിനോ ആസിഡ്സ് ഗ്വാനിഡിൻ ഗ്രൂപ്പ് is associated with tyrosine, arginine, histidine, lysine, tryptophan. ഓക്കെ, അപ്പം ഞാൻ എറേസ് ചെയ്യുവാണേ. അതുപോലെ തൈറോസിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തൈറോസിനകത്തുള്ളത് ഏത് ഗ്രൂപ്പാണ്? ഫിനോൾ റിംഗ് ആണുള്ളത് കേട്ടോ തൈറോസിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, സൾഫർ കണ്ടൈനിങ് അമിനോ ആസിഡ്സ് ഏതാണ്? സൾഫർ കണ്ടൈനിങ് അമിനോ ആസിഡ്സ്. സൾഫർ കണ്ടൈനിങ് അമിനോ ആസിഡ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ട് സിസ്റ്റീൻ,
ലൂസിൻ, ആർജിനിൻ, ത്രയോണിൻ. ഏതാണ് സിസ്റ്റീൻ കണ്ടെയ്നിങ്? സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് രണ്ടെണ്ണമാണുള്ളത്. ഏതൊക്കെയാണത്? സിസ്റ്റീനും മെഥിയോണിൻ. എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അത് മറക്കരുത്. സ്പെഷ്യൽ ഗ്രൂപ്പ് ഏതാണ് ഞാൻ പറഞ്ഞത്? ഈ സിസ്റ്റീനകത്തുള്ളത് തയോ ആൽക്കഹോള് SH, അത് മറക്കരുത്. SH ഗ്രൂപ്പാണുള്ളത്. മെഥിയോണിനകത്തുള്ളത്, ഇത് സിസ്റ്റീനകത്തുള്ള ഗ്രൂപ്പാണ്. മെഥിയോണിനകത്തുള്ളത് തയോ ആൽക്കഹോൾ തന്നെയാണ്, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. SHന് പകരം തയോ ആൽക്കഹോൾ ഗ്രൂപ്പ് CSC ആണ് കേട്ടോ. SH ആണ് ഇത്. CSC കാർബൺ ലിങ്കേജ് ആണ്. ഇത് SH ലിങ്കേജ് ആണ്. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത് ഏത്? അപ്പോൾ ഞാൻ എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ കോഡ് പഠിക്കാൻ പറഞ്ഞായിരുന്നു. which is not an essential amino acids. ഏതാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ലാത്തത്? ഓപ്ഷൻ tryptophan, threonine, histidine, cysteine. Tryptophan, threonine, histidine, cysteine, which is not an essential amino acid. അപ്പോൾ ഇതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ കോഡ് എന്താണ്? MTT will fly, PHLY. ഇതിലേതാണ് അല്ലാത്തത്? ഏതാണ് ആൻസർ? ടൈപ്പ് ചെയ്യാമോ? എസെൻഷ്യൽ അല്ലാത്തത് ആരാണ്? ട്രിപ്റ്റോഫാൻ, ത്രയോണിൻ, ഹിസ്റ്റിഡിൻ, സിസ്റ്റീൻ. ഏതായിരിക്കും ആൻസർ? എസെൻഷ്യൽ അല്ലാത്തത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി. These amino acids are to be supplied in the diet. ആൻസർ സിസ്റ്റീൻ ആണ്. സിസ്റ്റീൻ ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അല്ലാത്തത്. ബാക്കി എല്ലാവരും ട്രിപ്റ്റോഫാനും ത്രയോണിനും ഹിസ്റ്റഡിനും ഒക്കെ എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ആ കോഡ് MTT will fly എപ്പോഴും ഓർത്ത് വെച്ചോണം. എസെൻഷ്യൽ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. നോൺ എസെൻഷ്യൽ ചോദിച്ചാൽ അപ്പോൾ എസെൻഷ്യൽ അല്ലാത്തതെല്ലാം നോൺ എസെൻഷ്യൽ ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. കുറേ തവണ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. നെക്സ്റ്റ് എന്ന് പറയുന്നത് which of the following is not an aromatic amino acids? അപ്പോൾ ഇതിൽ അറോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതാണ്? അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടതാണ്. ഓപ്ഷൻ ഞാൻ പറയാം, ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഫിനൈൽ അലാനിൻ. അപ്പോൾ നമുക്ക് അറോമാറ്റിക് അമിനോ ആസിഡ് ഏതാണെന്ന് അറിയണം. തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, വലൈൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരെണ്ണം എക്സെപ്ഷൻ ആണ്. ഒരെണ്ണം ഏതിലാണ് വരുന്നത്? ബ്രാഞ്ച്ഡ് ചെയിനകത്താണ് വരുന്നത്. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ആണ് ഒരെണ്ണം. ബാക്കിയെല്ലാം ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് പറയാം. എഴുതിയോ? ആൻസർ ഏതായിരിക്കും? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ. എന്താണ്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ആരോമാറ്റിക് ഏതൊക്കെയാണ് വരുന്നത്? വലൈൻ, ലൂസിൻ, ഐസോലൂസിൻ.
ആരോമാറ്റിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫിനൈൽ അലാനിനും ടൈറോസിൻ, അതുപോലെ തന്നെ ആരോമാറ്റിക് ആണ്, പക്ഷെ ഇത് ഹെട്രോസൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഉള്ളവരാണ് നമ്മുടെ ട്രിപ്റ്റോഫാനും ഹിസ്റ്റഡിൻ. ആരോമാറ്റിക് ആണ്, പക്ഷെ എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും റിംഗ് സ്ട്രക്ചർ അല്ല, ഇത് ഹെട്രോസൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഉള്ളവരാണ് ട്രിപ്റ്റോഫാനും ഹിസ്റ്റഡിൻ. അപ്പോൾ മൊത്തത്തിൽ ആരോമാറ്റിക്കിന്റെ ഗ്രൂപ്പിൽ വരുന്നവര് ഫിനൈൽ അലാനിനും ടൈറോസിനുമാണ് കേട്ടോ. ഫിനൈൽ അലാനിനും ടൈറോസിനും ട്രിപ്റ്റോഫാനും ഹിസ്റ്റഡിനും. പക്ഷേ ട്രിപ്റ്റോഫാന്റെ ഹിസ്റ്റഡിനെ പറ്റിയത് ആരോമാറ്റിക് ആണ്, ബട്ട് അതിന് എന്തുണ്ട്? ഹെട്രോസൈക്ലിക് റിംഗ് സ്ട്രക്ചർ ഉണ്ട്, ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് റിംഗ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക എക്സെപ്ഷന് മാത്രമേ ഉള്ളൂ. മറ്റേത് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ആരോമാറ്റിക് തന്നെയാണ് 4 പേര്. എക്സെപ്ഷൻ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് വർക്കൗട്ട് ചെയ്ത് തിയറി പറഞ്ഞു പോകുന്നതാണോ, അതോ ഞാനൊരു തിയറി പഠിപ്പിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? ഏതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടങ്ങ് വർക്കൗട്ട് ചെയ്ത് പഠിപ്പിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ അതല്ലേ നല്ലത്. കാരണം ഞാൻ ഓൾറെഡി ഒരു തിയറി ഫുള്ള് പഠിപ്പിച്ചിട്ട് പിന്നെയും ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പം അത്രയും ടൈം ലാഗ് എടുക്കുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് തന്നെ തിയറി ആ കൂടെ പഠിച്ചു പോകുന്നതാണ് എന്ന് തന്നെയാണോ എഴുതിയേക്കുന്നത്? ക്വസ്റ്റ്യൻ തിയറി, ക്വസ്റ്റ്യൻ വർക്കൗട്ട്. അതാകുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പഠിക്കുകയും ചെയ്യും, ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തിയറിയും പറഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം തിയറി ഫുള്ള് പഠിക്കുന്നു, പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു കാർബോഹൈഡ്രേറ്റ് എനിക്ക് കുറേ സമയം പോയതുപോലെ അപ്പം ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പം അമിനോ ആസിഡ് ഒന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞു പോകാമെന്ന് വെച്ചത്. അതാകുമ്പോൾ നമ്മുടെ ടോപ്പിക്കൊക്കെ പടപടയെന്ന് തീരുകയും ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് നടക്കുകയും ചെയ്യും. Next is amide group containing amino acids. Amide group containing amino acids. ഏതാണ് amide group containing amino acids? amide group. അപ്പോൾ amide group ഉള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു? amide group ഉള്ളവർ ഗ്ലൂട്ടാമേറ്റും ഗ്ലൂട്ടാമിൻ അസ്പരാജിനുമാണ്. ഗ്ലൂട്ടാമിനും അസ്പരാജിനുമാണ് അമൈഡ് ഗ്രൂപ്പ് ഉള്ളവർ. അസിഡിക് ആരൊക്കെയായിരുന്നു? അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്, അസ്പാർട്ടേറ്റ്, ഗ്ലൂട്ടാമിൻ. അപ്പോൾ ഇതിൽ അമൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അമിനോ ആസിഡ് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്ലൂട്ടാമിനാണ്. ഗ്ലൂട്ടാമിനും അസ്പരാജിനുമാണ് അമൈഡ് ഗ്രൂപ്പ് അമിനോ ആസിഡ്സ്. അമൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അമിനോ ആസിഡ്സ് 2 എണ്ണമാണ്, ഗ്ലൂട്ടാമിനും അസ്പരാജിനും. മറ്റേ ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അസിഡിക് അമിനോ ആസിഡ്സുകളാണ്. ഇനി അതിനകത്ത് പറയാത്ത വിട്ടുപോയൊരു കാര്യമുണ്ട്. അമിനോ ആസിഡ്സ് വിച്ച് അബ്സോർബ് അമിനോ ആസിഡ്സ്, അത് യു വി ലൈറ്റ് അബ്സോർബ് ചെയ്യുമല്ലോ അമിനോ ആസിഡ്സ് വിച്ച്. അതുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേഷനൊക്കെ കണ്ട് ചെയ്യുന്നത്, കളർ റിയാക്ഷൻസ് ഒക്കെ. അപ്പോൾ നമ്മുടെ സ്പെക്ട്രോഫോട്ടോമെട്രി അല്ലെങ്കിൽ കളറിമെട്രിയിൽ അതിനകത്ത് അമിനോ ആസിഡ്സ് വിച്ച് അബ്സോർബ് 250 to 290 നാനോമീറ്റർ മാക്സിമം അബ്സോർപ്ഷൻ്റെ ലെവലെന്ത് എന്ന് പറയുന്നത് 250 to 290 നാനോമീറ്റർ, മാക്സിമം അറ്റ് 280 നാനോമീറ്റർ.
അപ്പോൾ ഇത് ഇത്രയും UV ലൈറ്റ് അബ്സോർപ്ഷൻ നടത്തുന്നത് ആരാണെന്ന്, ഏത് അമിനോ ആസിഡ് ആണ് മാക്സിമം UV ലൈറ്റ് അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ ഒരു 280 വരെ UV ലൈറ്റ്? ഏത് അമിനോ ആസിഡ്സ് ആണ്? ട്രിപ്റ്റോഫാൻ, ഫിനൈലലാനിൻ, തൈറോസിൻ. അതിൽ തന്നെ മാക്സിമം അബ്സോർപ്ഷൻ നടത്തുന്നത് ആരാണ്? ട്രിപ്റ്റോഫാൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആരോമാറ്റിക് അമിനോ ആസിഡ്സുകളാണ് ഇതെല്ലാം. ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണല്ലോ ട്രിപ്റ്റോഫാനും ഫിനൈലലാനും തൈറോസിനും ഒക്കെ. ആരോമാറ്റിക് അമിനോ ആസിഡ്സുകളാണ്. ഏത് അമിനോ ആസിഡ്സുകളാണ് UV ലൈറ്റ് അബ്സോർപ്ഷൻ നടത്തുന്നത്? ആരോമാറ്റിക് അമിനോ ആസിഡ്സുകളാണ് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അതിൽ തന്നെ മാക്സിമം അബ്സോർപ്ഷൻ ഏത് അമിനോ ആസിഡ് ആണെന്ന് ചോദിച്ചാൽ ട്രിപ്റ്റോഫാൻ ആണ്. എത്രയാണ്? 280 നാനോമീറ്റർ. ഓക്കെ, ഇത്രയും 280 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ മാക്സിമം അബ്സോർപ്ഷൻ നടത്തുന്ന അമിനോ ആസിഡ്സ് ട്രിപ്റ്റോഫാൻ ആണ്. UV ലൈറ്റ് അബ്സോർപ്ഷൻ ചെയ്യുന്ന അമിനോ ആസിഡ്സിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ, ഫിനൈലലാനിൻ, തൈറോസിൻ എന്നിവയാണ്. ഓക്കെ, നെക്സ്റ്റ് question. Which of the following amino acids are not optically active? അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ഏതാണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് ഏതാണ് പഠിക്കണം. അപ്പോൾ അത് പഠിച്ചാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ഒരു അമിനോ ആസിഡ്സേ ഉള്ളൂ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആകാത്തത്. അപ്പോൾ അയാളുടെ പേര് ആദ്യം പഠിച്ചു വെച്ചാൽ പോരെ. ഗ്ലൈസിൻ is the only optically simplest amino acid ആയ ഗ്ലൈസിൻ ആണ് is the only optically inactive amino acid. അതൊന്ന് എഴുതി അണ്ടർലൈൻ ചെയ്ത് ബോക്സിൽ ഇടുകയോ ചെയ്യണം. optically inactive amino acids. Okay, glycine is the only optically inactive amino acids. Okay. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നോ UV ലൈറ്റിന്റെ അബ്സോർപ്ഷൻ. അപ്പോൾ അതിനുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടി ഓഫ് ഫോട്ടോ കെമിസ്ട്രി സീൻ എമംഗ്സ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ്. ഫോട്ടോ കെമിസ്ട്രിയിൽ ആ പ്രോപ്പർട്ടി കൂടുതലായിട്ട് കാണിക്കുന്ന അമിനോ ആസിഡ് ഏതാണ്? അൺസാച്ചുറേറ്റഡ്, ആരോമാറ്റിക്, മോണോ കാർബോക്സിലിക്, ഡൈകാർബോക്സിലേസ്. ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞോളൂ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ് UV ലൈറ്റ് അബ്സോർപ്ഷൻ മാക്സിമം ഉള്ളത്. അതുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഫോട്ടോ കെമിസ്ട്രിയിൽ അല്ല നമ്മുടെ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ കൂടുതൽ ആക്ടിവിറ്റി പ്രോപ്പർട്ടി കൂടുതൽ കാണിക്കുന്ന അമിനോ ആസിഡ്സ്. അതുമായിട്ട് തന്നെ നമ്മളെന്താ പറയുന്നത്, ഒരു ക്വസ്റ്റിനെ വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വീണ്ടും ചോദിച്ചേക്കുന്നു അതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, അതൊന്നുകൂടെ എഴുതിയേക്കാം. The property of proteins to absorb UV light അഥവാ ultraviolet rays of light is due to the property of proteins to absorb ultraviolet rays of light is due to peptide bond. ആൻസർ ഏതാന്ന് പറയണേ. ഇമ്യൂണോ ഗ്രൂപ്പ്, ഡൈസൾഫൈഡ് ബോണ്ട്, aromatic amino acids. പ്രോട്ടീൻസ് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിക്ക് റീസൺ എന്താണ്? എന്ത് റീസൺ കൊണ്ടാണ്? പെപ്റ്റൈഡ് ബോണ്ട് ഉള്ളതുകൊണ്ടാണോ, ഇമ്യൂണോ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണോ, ഡൈസൾഫൈഡ് ബോണ്ട് ഉള്ളതുകൊണ്ടാണോ, ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആയതുകൊണ്ടാണോ? ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ഏത് റീസൺ കൊണ്ടാണ്? ആൻസർ പറയാമോ ചാറ്റ് ബോക്സിൽ ഒന്ന്? പറയാമോ? എന്തുകൊണ്ടായിരിക്കും UV ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്? ഏത് അമിനോ ആസിഡ്സ് ആണ് ഞാൻ പറഞ്ഞത്? ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. ആരോമാറ്റിക് അമിനോ ആസിഡ്സിൽ ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ് മാക്സിമം അബ്സോർപ്ഷൻ ഉള്ളത്? ആർക്കാണ്? ട്രിപ്റ്റോഫാൻ ആണ്. ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് UV ലൈറ്റ് അബ്സോർപ്ഷൻ ഉള്ളത്? ട്രിപ്റ്റോഫാൻ, ഫിനൈലലാനിൻ, തൈറോസിൻ. അതിൽ മാക്സിമം ആർക്കാണ്?
ട്രിപ്റ്റോഫാൻ. ആ ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾ ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ്സ്. നമുക്ക് അമിനോ ആസിഡ്സ് എൽ ഫോമിലും ഉണ്ട്, ഡി ഫോമിലും ഉണ്ട് അല്ലേ, ലിവോ റൊട്ടേറ്ററി ആൻഡ് എക്സ്ട്രോ റൊട്ടേറ്ററി. അപ്പം അതിൽ എല്ലാ ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ്സും ഏത് ഫോമിലാണ് കാണുന്നത് വെച്ചാൽ അമിനോ ആസിഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി എക്സിസ്റ്റ് ഇൻ ദ എൽ ഫോംസ്, ലിവോ റൊട്ടേറ്ററി ഫോമിലാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. കാരണം ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ്സ് എല്ലാം തന്നെ എൽ ഫോമിലായിരിക്കും കാണുന്നത്. അതേസമയം ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഓൾ ബയോളജിക്കലി, ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നില്ല കാരണം ഓൾറെഡി അത് നിങ്ങൾ തിയറിയിൽ പഠിക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു പോവാണ്. ഓൾ ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ്സ് ആർ, ഓൾ ബയോളജിക്കലി ആക്റ്റീവ് അമിനോ ആസിഡ്സ് ആർ ഏത് ഫോമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? എൽ ഫോം, ഡി ഫോം, മോസ്റ്റ്ലി ഡി ഫോം, ഡി ആൻഡ് എൽ ഫോം. എൽ ഫോമിലാണ്. ദെൻ അപ്പം നിങ്ങൾ ആ കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. അമിനാസിസ് എക്സിസ്റ്റ് ഇൻ, മോസ്റ്റ് അമിനാസിസ് ആർ എക്സിസ്റ്റ് ഇൻ എൽ ഫോം. അപ്പോൾ മോസ്റ്റ് കാർബോഹൈഡ്രേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഫോമിലാണ്. കാർബോഹൈഡ്രേറ്റ് എക്സിസ്റ്റ് ഇൻ, കണക്ട് ചെയ്ത് പഠിക്കണം, ഡി ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. All biologically active amino acids are exist in the L form, means levo rotatory form. Carbohydrate exist ചെയ്യുന്നത് D form അഥവാ testo rotatory ഫോമിലാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാം. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? പ്രൊലീൻ, ലൈസിൻ, ലൂസിൻ, ഗ്ലൈസിൻ. ആൻസർ ഏതാണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് പറഞ്ഞോ. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് ടൈപ്പ് ചെയ്തേ. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആണ്. അപ്പോൾ ഗ്ലൈസിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആർ ഗ്രൂപ്പ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഗ്ലൈസിൻ സാധാരണ കാണുന്ന യൂഷ്വലി പ്രസന്റ് ഇൻ പ്രോട്ടീൻ്റെ ഏത് ടേണിലാണ് കാണുന്നത്? ബീറ്റ ടേൺസിലാണ് ഗ്ലൈസിൻ കാണുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ പ്രോട്ടീന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത്, ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രോട്ടീൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്ലൈസിൻ. കാരണം ഓരോ ബീറ്റ പ്ലേറ്റ് ഷീറ്റിലെ ടേണിലാണ് അതിനെന്താ പറയുന്ന, അതിനെ ബെൻഡ് ചെയ്യുന്ന, ആൽഫ ഹെലിക്സിന്റെ ആ ബെൻഡിങ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൈസിൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ടേണിലാണ് ഗ്ലൈസിൻ കാണുന്നത്. അതുകൊണ്ട് പ്രോട്ടീൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, വേണേൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രോട്ടീൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്ലെക്സിബിലിറ്റി of protein depends on dash എന്ന് വെച്ചാലും എന്താണ് ആൻസർ? ആൻസർ ഗ്ലൈസിൻ ആണ്. അപ്പോൾ ഗ്ലൈസിന് കുറേ കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒൺലി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്, ഗ്ലൈസിൻ ഇസ് ദ ഒൺലി വൺ ഇസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അതുപോലെ തന്നെ ഗ്ലൈസിൻ എന്ന് പറയുന്നത് എവിടെയാണ് യൂഷ്വലി പ്രസന്റ് ഇൻ ദ ബീറ്റ ടേൺസ് ഓഫ് ദ പ്രോട്ടീൻസ്. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് റീസൺ ആരാണ്? ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രോട്ടീൻ ഡിപ്പെൻഡ്സ് ഓൺ ഗ്ലൈസിൻ. ഗ്ലൈസിൻ ആ ടേണിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് ഫ്ലെക്സിബിൾ ആയിട്ടാണ്. ഇറ്റ്സ് ദ സ്മോളസ്റ്റ് ആർ ഗ്രൂപ്പ് ഫിറ്റ് ടു ദ സ്മോൾ സ്പേസസ് ഇൻഡ്യൂസസ് ബെൻഡ് ഇൻ ദ ആൽഫ ഹെലിക്സ്. അപ്പോൾ ഇത് എവിടെയാണ് കാണുന്നത്? ബീറ്റ ടേൺസിലാണ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് നെക്സ്റ്റ് ഹിസ്റ്റഡീനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമിനോ ആസിഡ് ക്യാൻ പ്രോട്ടോണേറ്റ് ആൻഡ് ഡീപ്രോട്ടോണേറ്റ്? പ്രോട്ടോൺസിനെ ഡൊണേറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്ന, ന്യൂട്രൽ pHൽ പറ്റുന്ന അമിനോ ആസിഡ് ഏതാണെന്ന്? ഹിസ്റ്റഡീൻ ആണ്. പ്രോട്ടോണേറ്റ് ആൻഡ് ഡീപ്രോട്ടോണേറ്റ് അമിനോ ആസിഡ് ഇൻ ന്യൂട്രൽ pH. Which amino acid can protonate and deprotonate at
neutral pH. Answer is histidine. Protonate and deprotonate. Protonate and deprotonate means എന്താണ്? അതിനെന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? Act as buffer. അതുപോലെ തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട പറയേണ്ടത് ഹിസ്റ്റഡിൻ്റെ PK വാല്യൂ എന്ന് പറയുന്നത് ബഫറിംഗ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6.5 to 7.4. ഈ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ട് അറ്റ് pH 7 എന്ന് പറഞ്ഞതാണ് ന്യൂട്രൽ pH. Imidazole group of histidine act as buffer. Histidine act as buffer. ഹിസ്റ്റഡിനെ കുറിച്ച് 3 പോയിന്റ് അവിടെ പഠിക്കാം. ഏത് അമിനോ ആസിഡിനാണ് ന്യൂട്രൽ pHൽ പ്രോട്ടോണേറ്റ് ആൻഡ് ഡീപ്രോട്ടോണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്? ആർക്കാണ്? ഹിസ്റ്റഡിനാണ്. അതുകൊണ്ട് വെച്ചാൽ ന്യൂട്രൽ pHൽ ഇപ്പോൾ pH 7 ഈ പറഞ്ഞ പോലെ പ്രോട്ടോണേറ്റ് ആൻഡ് ഡീപ്രോട്ടേറ്റ് അതിനെ ന്യൂട്രൽ ആക്കി മാറ്റാൻ ബഫറായിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഹിസ്റ്റഡിനുണ്ട്. ഹിസ്റ്റഡിൻ്റെ pH ഈസ് ഈക്വൽ ടു PK എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ബഫറിംഗ് കപ്പാസിറ്റിയാണ്. അത് എത്രയാണ് ഹിസ്റ്റഡിൻ്റേത്? 6.5 to 7.4 ആണ്. ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഈ ന്യൂട്രൽ pHൽ ബഫറിംഗ് കപ്പാസിറ്റി ഉള്ള അമിനോ ആസിഡ് ഏതാണെന്ന് വെച്ചാൽ അതും അറിഞ്ഞിരിക്കണം. ഹിസ്റ്റഡിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ ഗ്ലൂക്കോജനിക് കീറ്റോജനിക് എന്നൊക്കെ ഇന്നലെ പഠിച്ചിരുന്നു. അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് അമിനോ ആസിഡാണ് പ്യുവർലി ഗ്ലൂക്കോജനിക് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അമിനോ ആസിഡാണ് പ്യുവർലി ഗ്ലൂക്കോജനിക്? Which of the following amino acid is purely glucogenic? ഏതാണ് പ്യുവർലി ഗ്ലൂക്കോജനിക്? നമുക്ക് ഓപ്ഷൻ പറയാം. വലൈൻ, ലൈസിൻ, അലാനിൻ, ഗ്ലൈസിൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം എന്തറിഞ്ഞിരിക്കണം? ഏതാണ് ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോ? ഇതിൽ ഒരെണ്ണം ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ്. ഗ്ലൂക്കോജനിക്കും കീറ്റോജനിക്കും ആയിട്ടുള്ളത് ആരാന്നറിയണം. അപ്പോൾ അവരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് രണ്ട് ഗ്രൂപ്പിലും വരുന്ന ആൾക്കാർ ആരാണ് അങ്ങനെയുള്ളത്? ലൈസിനാണ് രണ്ടിലും വരുന്നത്. ഇതാരാണ്? ലൈസിൻ. ലൈസിൻ എന്താണ്? ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ്. GK ആണ്. ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആണ് ലൈസിൻ. അപ്പോൾ ലൈസിനെ അതിൽ നിന്ന് വെട്ടാം. പിന്നെ ആരാ ഉള്ളത്? ബാക്കി പ്യുവർലി ഗ്ലൂക്കോജനിക് ആയ ആൾക്കാരെ നമുക്ക് പറയാം. G മാത്രമുള്ള ആൾക്കാർ. പ്യുവർലി ഗ്ലൂക്കോജനിക് ആൾക്കാർ ആരൊക്കെയാണ്? ഗ്ലൈസിൻ, അലാനിൻ, പിന്നെ ആരാണ്? വലൈൻ. ഇവർ 3 പേരാണ് പ്യുവർലി ഗ്ലൂക്കോജനിക് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അതിൽ ഏറ്റവും പ്രിൻസിപ്പൽ ഗ്ലൂക്കോജനിക് എന്ന് പറയുന്നത് നമ്മുടെ അലാനിനാണ്. പക്ഷെ ഇവർ 3 പേരും എന്താണ്? നമ്മുടെ ഗ്ലൂക്കോജനിക് ആരൊക്കെയാണ്? ഗ്ലൈസിൻ ഉണ്ട്, ഗ്ലൂക്കോജനിക് ആണ്. അലാനിൻ ഗ്ലൂക്കോജനിക് ആണ്. വലൈനും ഗ്ലൂക്കോജനിക് ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഥവാ പ്യുവർലി എന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആരാണ്? അലാനിൻ. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് ആരെ പറയാം? അലാനിൻ പറയാം. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഗ്ലൈസിനും വലൈനും വരത്തുള്ളൂ. അപ്പം പഠിക്കുമ്പോൾ രണ്ടും ആരാണ്? ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് ആരാണ്? ലൈസിൻ ആണ്. ദെൻ ഗ്ലൂക്കോജനിക് പ്യുവർലി അല്ലെങ്കിൽ ഒള്ളി ഗ്ലൂക്കോജനിക് ആരൊക്കെയാണ്? അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്യുവർലി ഗ്ലൂക്കോജനിക് എന്ന് പറയുന്നത് അലാനിനാണ്. അത് കഴിഞ്ഞ ആരാണ്? ഗ്ലൈസിൻ വരും. പിന്നെ ആരാണ്? വലൈൻ വരും. ബാക്കി എല്ലാവരും എന്താണ്? കീറ്റോജനിക് ആണ്. ഓക്കെ. അപ്പം ഇന്ന് ഇത്രയായിട്ട്. നാളെ നമുക്ക് മെറ്റബോളിസത്തിൻ്റെയും ഇൻബോൺ എറേഴ്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആ മെറ്റബോളിസം ഇൻബോൺ എറേഴ്സും പഠിച്ചങ്ങ് പൊക്കോളും. ഓക്കെ. അപ്പോൾ ശരി. ഏതാ മോനെ?
ഏതാ ഒന്നുകൂടെ പറയണ്ടേ? നെറ്റ് പോയോ? ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറി ഒന്നുകൂടെ നോക്കാം കേട്ടോ. റെക്കോർഡ് ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് എടുത്ത് കേൾക്കാം. ഒന്നുമില്ല, ഇപ്പോൾ പറഞ്ഞത് അമിനോ ആസിഡ്സ് ഗ്ലൂക്കോജനിക് ഏതാണ്, കീറ്റോജനിക് ഏതാണ്, പ്യുവർലി ഗ്ലൂക്കോജനിക് ഏതാണെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ ഗ്ലൂക്കോജനിക്കും കീറ്റോജനിക്കും ലൈസിനാണ്. ബാക്കിയുള്ളത് മൂന്നും വലൈനും അലാനിനും ഗ്ലൈസിനും എന്താണ് ഗ്ലൂക്കോജനിക് ആണ്. അതിൽ ഏറ്റവും പ്യുവർലി ഗ്ലൂക്കോജനിക് അഥവാ പ്രിൻസിപ്പൽ ഗ്ലൂക്കോജനിക് എന്ന് പറയുന്നത് അലാനിനാണ്. അതിനുശേഷം വരുന്നവരാണ് ഗ്ലൈസിനും വലൈനും. ഓക്കെ.